ഹായ് ആൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു PYQ ഡിസ്കഷൻ ആണ്. CUET PG 2025 സൈക്കോളജി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണത്. ദാറ്റ് ഇസ് CUET PG 2024 ക്വസ്റ്റ്യൻ പേപ്പറും അതിലെ സൊല്യൂഷൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമ്മളത് പാർട്ട് ബൈ പാർട്ട് ഡിസ്കസ് ചെയ്യും. സോ ദിസ് ഇസ് പാർട്ട് 1. സോ ഷാൽ വി ബിഗിൻ? സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് a sudden and before സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡറേറ്റ് ഡിഫിക്കൽറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അതായത് മോഡറേറ്റ് ടു ഈസി ടു മോഡറേറ്റ് ലെവൽ ആണ്. സോ ലോജിക് യൂസ് ചെയ്യുക, കോമൺ സെൻസ് യൂസ് ചെയ്യുക, അത്രയും മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് കാര്യമായിട്ട് ആവശ്യമുള്ളൂ. അതായത് ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിച്ച് ഇത് സിമ്പിൾ ആവാതെ കോംപ്ലക്സ് ആക്കി ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ ജസ്റ്റ് അതൊന്ന് ആദ്യം പറഞ്ഞതാണ്. Okay, so let's begin. A sudden and extreme disturbance of memory in which individuals wander off, adopt a new identity, and are unable to recall their own past is known as. ഇവിടെ പലതരത്തിലുള്ള ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡിസോസിയേറ്റീവ് അംനേഷ്യ ആണോ, ഹൈപ്പോകോൺട്രിയാസിസ് ആണോ, കൺവേർഷൻ ഡിസോർഡർ ആണ്, ഡിസോസിയേറ്റീവ് ഫ്യൂഗ. ചില ക്വസ്റ്റ്യനിൽ ചില കീവേഡ്സ് ഉണ്ടാവും, എപ്പോഴും ഓർത്ത് വെക്കുക. വാൻഡർ ഓഫ്, ഈ ഡിസോസിയേറ്റീവ് അംനേഷ്യ, ഡിസോസിയേറ്റീവ് ഫ്യൂഗ് എല്ലാം സിമിലർ ആണ്. അതുപോലെ മൾട്ടി പേഴ്സണാലിറ്റി, ഇതെല്ലാം സിമിലർ ഡിസോർഡേഴ്സ് ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് എല്ലാത്തിലും ഉള്ളത്. സോ ഈ വാൻഡർ ഓഫ് എന്നുള്ള ഒരു ഫ്രേസ് ഉണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഡിസോസിയേറ്റീവ് ഫ്യൂഗ് ആണ്. കാരണം ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് മെയിൻ ആയിട്ടുള്ളത് മൂന്നെണ്ണമാണ്. ഒന്ന് ഡിസോസിയേറ്റീവ് അംനേഷ്യ, ഫസ്റ്റ് ഓപ്ഷൻ. ഡിസോസിയേറ്റീവ് അംനേഷ്യയിൽ എന്താ സംഭവിക്കുന്നത്? സഡൻ ആയിട്ട് ഇമ്പോർട്ടന്റ് പേഴ്സണൽ ഇൻഫർമേഷൻസ് മറന്നു പോവുക. അതായത് പെട്ടെന്ന് നമ്മുടെ പേര്, നാട്, വീട്, ഫാമിലി നെയിം, ഏജ് എല്ലാം പെട്ടെന്ന് മറക്കുക. അതാണ് ഡിസോസിയേറ്റീവ് അംനേഷ്യ. അതേസമയം ഡിസോസിയേറ്റീവ് ഫ്യൂഗിലും ഇത് ഉണ്ടായിരിക്കും. പക്ഷെ ഡിസോസിയേറ്റീവ് അംനേഷ്യനെയും ഫ്യൂഗിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്താണ്? ഡിസോസിയേറ്റീവ് അംനേഷ്യയിൽ വാൻഡറിങ് ഓഫ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ വരുന്ന മറ്റൊന്ന് DID. അതിവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. DID അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ്? ഒരാൾക്ക് ഒരേ സമയം രണ്ടോ രണ്ടിലധികമോ പേഴ്സണാലിറ്റി ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ 2 or more പേഴ്സണാലിറ്റി എന്നുള്ള ക്യാപ്ഷൻ അല്ല എന്ന ഫ്രേസ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക അത് DID, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. രണ്ടും ഒരേ സംഭവമാണ് കേട്ടോ. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, DID രണ്ടും സെയിം സംഭവമാണ്, ഡിഫറെന്റ് മീൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് ബാക്കി രണ്ട് റോങ് ഓപ്ഷൻസ് വെറുതെ ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ നോട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് എടുക്കാം. ഹൈപ്പോകോൺട്രിയാസിസ് എന്താണ്? ചെറിയ അസുഖങ്ങളെ വലുതാക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ തലവേദന ഉണ്ടെങ്കിൽ അതൊരു ട്യൂമർ ആയിട്ട് നമ്മൾ അതിനെ വിചാരിക്കുക. അതാണ് ഹൈപ്പോകോൺട്രിയാസിസ്. കൺവേർഷൻ ഡിസോർഡർ എന്താണ്? മറ്റ് ഫിസിക്കൽ അണ്ടർലൈൻ കാരണങ്ങളൊന്നുമില്ലാതെ പെയിൻ വരിക, സ്ട്രെസ് കാരണം. അതായത് നമുക്ക് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് റീസൺസ് കാരണം ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവുക, സ്ട്രെസ് കാരണം മസിൽ പെയിൻ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള സംഗതികളെയാണ്. പെട്ടെന്ന് ബ്ലൈൻഡ്നെസ് വരിക, അത്ര കോമൺ ആയിട്ടുള്ള ഡിസോർഡർ അല്ല, ബട്ട് ഇതിനെയാണ് കൺവേർഷൻ ഡിസോർഡർ. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാറ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ബ്ലൈൻഡ്നെസിന്റെ നമ്മൾ കോസ് എന്താണ് എന്ന് നോക്കുമ്പോൾ മറ്റൊരു ഫിസിക്കൽ കോസോ ഓർഗാനിക് കോസോ ഉണ്ടാവില്ല. അത് സംതിങ് റിലേറ്റഡ് ടു മെന്റൽ ഹെൽത്ത് ആയിരിക്കും. ഓക്കെ, so ഇവിടെ the right answer is dissociative fugue. Second question, what is a common symptom of neurosis? നമ്മൾ സൈക്കോളജിയിൽ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സിൽ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണ് ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുക. ദാറ്റ് ഇസ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആൻഡ് ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ്. സോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ലോസ് ഓഫ് കോണ്ടാക്ട് വിത്ത് റിയാലിറ്റി. സൈക്കോട്ടിക് ഡിസോർഡേഴ്സിന്റെ മാർക്കാണത് ലോസ് ഓഫ് കോണ്ടാക്ട് വിത്ത് റിയാലിറ്റി. സ്കിസോഫ്രീനിയ പോലെയുള്ള അസുഖങ്ങൾ, അതായത് അവർക്ക് റിയാലിറ്റി ഏതാണ് എന്ന് അവര് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കില്ല പെരുമാറുക. അവര് എന്താണ്, ഇപ്പൊ ഞാനൊരു ദേവലോക, ഒരു ഫാന്റസി വേൾഡിലായിരിക്കും. ഓക്കെ, സോ അതാണ് സൈക്കോട്ടിക് ഡിസോർഡറിന്റെ സിംറ്റം അല്ലെങ്കിൽ മേജർ മാർക്കർ എന്ന് പറയുന്നത്. കമ്മിങ് ടു നെക്സ്റ്റ് വൺ, ഹൈ ആങ്സൈറ്റി. ഇതാണ് ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിന്റെ മാർക്കർ. ഓക്കെ, ഹൈ ആങ്സൈറ്റി. ഇമ്മോറൽ ബിഹേവിയർ, ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻസ് പൊതുവെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇമ്മോറൽ ബിഹേവിയർ എന്താണ്? ASPD, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ പോലത്തെ ഡിസോർഡേഴ്സിന്റെ കൂടെയും മറ്റ്
മറ്റ് ഡിസോർഡേഴ്സിന്റെ സിംറ്റംസ് ആയിട്ട് വരാം. പക്ഷെ ഇവിടെ കോമൺ സിംറ്റം ഓഫ് ന്യൂറോസിസിൽ ഒരു ഡൗട്ടും വേണ്ട, ഹൈ ആങ്സൈറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when libido is attached to or invested in an object, it is known as. എന്താണ് ലിബിഡോ? നമ്മൾ ഫ്രോയിഡ് പറഞ്ഞതാണ് അല്ലെ, നമ്മുടെ ലൈഫ് എനർജി ആണ് ലിബിഡോ. ഓക്കെ, അതിനെ സെക്ഷുവൽ എനർജി എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അതിനെ ലൈഫ് എനർജി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ലിബിഡോനെ നമ്മളൊരു ഒബ്ജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്താണ് പറയുക? ഇറ്റ് ഇസ് ഒബ്ജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരാൾക്ക് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പാവയുണ്ട്, ഒരു ഡോൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഭയങ്കരമായിട്ട് ആ ഡോളിന്റെ അടുത്ത് നമ്മൾ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആവുക, അതാണ് കേട്ടോ ലിബിഡോ അറ്റാച്ച്ഡ് ടു ഓർ ഇൻവെസ്റ്റഡ് ഇൻ ആൻ ഒബ്ജക്ട് എന്ന് പറയുന്നത്. സോ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കാത്തക്സിസ് ആണ് കേട്ടോ. കത്താർസിസ് എന്താണ്? നമ്മൾ വെന്റിലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസ് വെന്റിലേറ്റ് ചെയ്യുന്നതിനാണ് കത്താർസിസ് എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ കാത്തക്സിസ് ആണ്. ഓക്കെ, ചെറിയ സ്പെല്ലിംഗ് ഡിഫറൻസേ ഉള്ളൂ, സോ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈഗോ ഐഡിയൽ, ആങ്സൈറ്റി, ഇത് രണ്ടും ഇവിടെ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ഒന്നില്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും, ഏതെങ്കിലും ഒരു ഉത്തരം നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇടയ്ക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആക്കും. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ മാച്ച് ദ ഫോളോയിങ് ഓൾമോസ്റ്റ് ഈസി ആണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. സോ ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഡ്രൈവ് തിയറി, അറൗസൽ തിയറി, എക്സ്പെക്ടൻസി തിയറി, ഗോൾ സെറ്റിംഗ് തിയറി, മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രൈവ് തിയറി എന്താണ്? നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാനുള്ള ഒരു ടൈം തരാം. നിങ്ങൾ തിയറി ഓഫ് മോട്ടിവേഷൻസും അതിന്റെ അസംഷൻസും ഒന്ന് വായിച്ചു നോക്കുക ആദ്യം. സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഗോൾ സെറ്റിംഗ് തിയറി, അതിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്ത്? setting specific and challenging but attainable aims and objectives. So D3 ആണ് എന്ന് നമുക്ക് ഉറപ്പായി. കാരണം ഏറ്റവും ഈസി ആയിട്ട് ഇതിൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയത് അതായിരിക്കാം. പിന്നെ ഓരോരുത്തരുടെ ഏറ്റവും തറവായിട്ടുള്ള ഭാഗം വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് വേറെ ഇതിൽ മാച്ച് ചെയ്യാൻ പറ്റിയാൽ അതും. സോ ഞാനിവിടെ നോക്കും, എനിക്ക് ഏറ്റവും ഈസി D3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ബാക്കിയൊക്കെ കറക്റ്റ് അല്ലേ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. A2 ഡ്രൈവ് തിയറി എന്ന് പറയുന്നത് ബയോളജിക്കൽ നീഡ്സ് പ്രൊഡ്യൂസ് അൺപ്ലസന്റ് സ്റ്റേറ്റ്സ് ഓഫ് അറൗസൽ വിച്ച് പീപ്പിൾ സീക്ക് ടു റെഡ്യൂസ്. മറ്റേ ഡ്രൈവ് പ്രൊഡ്യൂസേഴ്സ് നീഡ് ആ ഒരു സൈക്കിൾ ഇല്ലേ, സോ അതാണ് ഡ്രൈവ് തിയറി. ദെൻ A2 ആണ്. B4 ആണ് അറൗസൽ തിയറി. ജനറൽ ലെവൽ ഓഫ് ആക്ടിവേഷൻ വാരീസ് ത്രൂഔട്ട് ദ ഡേ വിച്ച് കൻ മോട്ടിവേറ്റ് മെനി ഫോംസ് ഓഫ് ബിഹേവിയർ. ഓക്കെ, C1 ആണ് എക്സ്പെക്ടൻസി തിയറി. എക്സ്പെക്ടൻസി തിയറി എന്താണ്? നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ അതിന് ശേഷം ഉണ്ടാവുന്ന ഒരു കോൺസിക്വൻസ് എന്താണ്, അതനുസരിച്ച് ചെയ്യുക. ഇപ്പൊ ഞാൻ റൂം ക്ലീൻ ചെയ്താൽ എന്റെ പാരന്റ്സ് എനിക്ക് ചോക്ലേറ്റ് തരും, അത്തരത്തിൽ വർക്ക് ചെയ്യുന്നതാണ് എക്സ്പെക്ടൻസി തിയറി. സോ ദാറ്റ് ഇസ് ഓൾസോ വെൽ എക്സ്പ്ലെയിൻ. ബിഹേവിയർ ഇസ് പുൾഡ് ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ഡിസൈർഡ് ഔട്ട്കം. സോ ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് വരിക. ഓക്കെ, ഓപ്ഷൻ 3 A2 B4 C1 D3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കണേ. Which of the following is the true difference between learning and performance? ലേണിങ്ങും പെർഫോമൻസും തമ്മിലുള്ള ശരിയായ ഡിഫറൻസ് എന്താണ് എന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നും. കാരണം നിങ്ങളൊന്ന് 4 ഓപ്ഷൻസും വായിച്ചു നോക്കുക. ലേണിംഗ് ഇസ് ഒബ്സർവബിൾ, പെർഫോമൻസ് ഇസ് നോട്ട്. പക്ഷെ അത് ശരിയാണോ? പെർഫോമൻസും ഒബ്സർവബിൾ അല്ലേ? ഒരാളിപ്പോ പാടുന്നത്, ഡാൻസ് കളിക്കുന്നത്, ഓടുന്നത്, അത് പെർഫോമൻസ് ആണ്. സോ പെർഫോമൻസും ഒബ്സർവബിൾ ആണ്. സോ ഓപ്ഷൻ എ കട്ട്. ഈ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ലേണിംഗ് ഇസ് പെർമനന്റ് ആസ് കമ്പയർഡ് ടു പെർഫോമൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ലേണിംഗിന്റെ ഡെഫിനിഷൻ എന്താണ്? ലേണിംഗ് ഇസ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് എന്നാണ്. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. തേർഡ് വൺ എന്താണ്? ലേണിംഗ് ക്യാൻ ബി മെഷർഡ് ഡയറക്ട്ലി, പെർഫോമൻസ് മസ്റ്റ് ബി ഇൻഫേർഡ്. ആക്ച്വലി സ്പീക്കിംഗ് പെർഫോമൻസും നമ്മൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഒരാൾ ഓടുന്നതിന്റെ സ്പീഡ്, ആ പെർഫോം ചെയ്യുന്നതിന്റെ സ്പീഡ് നമുക്ക് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ പെർഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സിംഗിങ്, ഡാൻസിങ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളൊന്ന് ബൈസ്റ്റാൻഡ് വെക്ക്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ആൻസർ കീഴിൽ ഞാൻ കാണിച്ചു തരാം. ലേണിംഗ് ഇസ് ഈസിയർ ടു ചേഞ്ച് ദാൻ പെർഫോമൻസ്. അങ്ങനെയില്ല. ലേണിംഗ് ഇസ് റിലേറ്റീവ്ലി പെർമനന്റ് എന്നതിന് എതിരെ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണത്. ലേണിംഗ് ഇസ് ഈസിയർ ടു ചേഞ്ച് എന്നുള്ളത്. സോ ഡിയും നമുക്ക് ഈസിലി കട്ട് ഓഫ് ചെയ്യാം. എയും ബിയും ആണ് കട്ട്. ഇനി ഇവിടെ ബിയും സിയും ആണ് നമുക്ക് കൺഫ്യൂഷൻ. സോ
ബി ആൻഡ് സി ഓൺലി ആണോ ബി ഓൺലി ആണോ എന്ന് എനിക്ക് ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ആൻസർ കീ നോക്കിയപ്പോൾ കണ്ടത് ആൻസർ കീയിൽ ആക്ച്വലി രണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ ആക്ച്വലി ഏറ്റവും സേഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ഓൺലി ആണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ബി ഓൺലി കൊടുത്താൽ മതി. കാരണം പെർഫോമൻസ് മസ്റ്റ് ബി ഇൻഫേർഡ് എന്നുള്ളത് നമുക്ക് എല്ലാ സിറ്റുവേഷനിലും പറയാൻ സാധിക്കില്ല. എന്ത് പെർഫോമൻസ് ആണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ റണ്ണിങ് എന്നത് ഒരു പെർഫോമൻസ് ആണ്, അത് നമ്മൾക്ക് എന്താണ് നേരെ മെഷർ ചെയ്യാൻ പറ്റില്ലേ. ഓക്കെ, സോ ഇവിടെ സേഫസ്റ്റ് ആൻസർ ബി ഓൺലി എന്നതാണ്. ഓക്കെ, ബട്ട് ആസ് ഐ സെഡ് എന്താണ് ആൻസർ കീയിൽ ഒഫീഷ്യൽ ആൻസർ കീയിൽ രണ്ടും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബി ആൻഡ് സി ഓൺലി ബി ഓൺലി കറക്റ്റ് ആയി കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Raghu was walking along the river when he was bitten by a snake. Now he is afraid not only of snakes but also of walking near the river. This is an example of. ഇത് എന്തിൻ്റെതാണ്? രഘു റിവർ സൈഡിലൂടെ നടക്കുമ്പോൾ ഒരു പാമ്പ് കടിച്ചു. ഇപ്പൊ പാമ്പിന് മാത്രമല്ല പേടി, എന്താണ് റിവർ സൈഡിലൂടെ നടക്കുന്നതും പേടിയായി. ഇവിടെ എന്താണ്? രണ്ട് സ്റ്റിമുലസ് കണക്ഷൻസ് ആണ്. റിവർ എന്ന സ്റ്റിമുലസും സ്നേക്ക് എന്ന സ്റ്റിമുലസും. സ്റ്റിമുലസ് കണക്ഷൻ വരുന്നത് എന്തിലാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലാണ് അല്ലെ? നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനെയും കണ്ടീഷൻഡ് സ്റ്റിമുലസിനെയും നമ്മൾ ലിങ്ക് ചെയ്യല്ലേ. സോ സ്റ്റിമുലസ്. സോ ഇവിടെ ആൻസർ എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ല എന്ന് ഉറപ്പിക്കാം. കാരണം എന്താണ്? ഇവിടെ നമ്മൾ റിവാർഡും പണിഷ്മെന്റും കൊടുത്തതല്ല. ഓക്കെ, ഇവിടെ ഇതിങ്ങനെ ഒരു സംഭവം പറ്റിപ്പോയതാണ്, അങ്ങനെയല്ല കേട്ടോ. സോ പൊതുവെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് കേട്ടോ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഒരു തെറാപ്പിക് മെത്തേഡാണ്, ഇൻസൈറ്റ് ലേണിംഗും അല്ല. ബട്ട് കമ്മിങ് അഗെയിൻ ടു ആൻസർ കീ, ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ആൻസർ കീയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൻസർ കീ ഞാൻ കൂടുതൽ വായിച്ചിരുന്നു, റെഫർ ചെയ്തിരുന്നു. ഇതിന്റെ കറക്റ്റ് ആൻസർ ക്ലാസിക്കൽ കണ്ടീഷനിങ് തന്നെയാണ്. ബട്ട് ലാസ്റ്റ് ഇയേഴ്സ് ആൻസർ കീയിൽ രണ്ട് ഓപ്ഷനും കറക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്, ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും. നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതോടെ പറയുന്നത്. സോ യു ക്യാൻ ഓൾ ഗോ വിത്ത് classical conditioning. Next question. The schedule of reinforcement in which reinforcement occurs only after a fixed number of responses have been emitted. Reinforcement schedules നമുക്ക് 4 ആണുള്ളത്. 4 ഈ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എല്ലാ അരമണിക്കൂറിലും അല്ലെങ്കിൽ എല്ലാ ഒരു മണിക്കൂറിലും. ഫ്രീക്വന്റ് ആയിട്ട് ഫിക്സഡ് ആയ ഇന്റർവെല്ലിൽ കൊടുക്കുക. ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 30 ക്വസ്റ്റ്യൻ ചെയ്താൽ എനിക്ക് ഒരു 2 minutes ബ്രേക്ക്, അടുത്ത 30 എണ്ണം ചെയ്താൽ 2 minutes ബ്രേക്ക്. അപ്പൊ ഞാൻ എണ്ണത്തിലാണ്, ഞാൻ എത്ര എണ്ണം പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര വട്ടം പെർഫോം ചെയ്യുന്നു എന്നതിൽ. നെക്സ്റ്റ് ഇസ് വാരിയബിൾ ഇന്റർവെൽ സ്കെഡ്യൂൾ. സോ അതിൽ എന്താണ്? ഫിക്സഡ് ഇന്റർവെലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വാരിയബിൾ ഇന്റർവെൽ. മേ ബി എന്താണ്, കുറച്ച് ദിവസം ഡെയിലി തരാം, പിന്നെ കുറച്ച് ദിവസം വൺസ് ഇൻ 2 ഡേ തരാം, പിന്നെ വൺസ് ഇൻ 3 ഡേ തരാം. അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. കമ്മിങ് ടു വേരിയബിൾ റേഷ്യോ, ആദ്യം 10 പ്രാവശ്യം ചെയ്തപ്പോൾ മിഠായി തന്നു, പിന്നെ 20 പ്രാവശ്യം ചെയ്തപ്പോഴാണ് മിഠായി തന്നത്, പിന്നെ 30 പ്രാവശ്യം ചെയ്തപ്പോഴാണ് മിഠായി തന്നത്. ഓക്കെ, എത്ര വട്ടം എന്നുള്ളത് കൂടിയോ കുറഞ്ഞോ ഒക്കെ വരാം. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ആഫ്റ്റർ എ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസസ്. സോ എന്താണ്? ഫിക്സഡ് റേഷ്യോ സ്കെഡ്യൂൾ. ഓക്കെ, ഇതിൽ വേറെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. നെക്സ്റ്റ് ഇസ് എൻഹാൻസ് എലിയസ് ജനറൽ adaptation syndrome, the final stages. General adaptation syndrome ഇതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആക്രോണിം ആണ് GAS, ഷോർട്ട് ഫോം ആണ് GAS. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ GAS എന്ന് വന്നാലും നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണേ. 3 സ്റ്റേജ് എന്തൊക്കെയാണ്? അലാം, റെസിസ്റ്റൻസ്, എക്സോഷൻ. സോ ഇവിടെ ഫൈനൽ സ്റ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്, എക്സോഷൻ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇസ് perceiving a text as words on a page rather than as black and white piece of paper illustrates which principle of Gestalt? Okay, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ Gestalt സൈക്കോളജിന്ന് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ ആണ്. അതിൽ ഐ തിങ്ക് അറൌണ്ട് 6 or 7 ലോസ് വരുന്നുണ്ട്. ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് പ്രാഗ്നൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 or 7 വരുന്നുണ്ട്. ലോ ഓഫ് കണ്ടിന്യൂറ്റി ഇസ് സെയിം ആസ് ലോ ഓഫ് കണ്ടിന്യൂറ്റി. ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞാലും
അത് നമുക്കൊരു ലൈൻ ആയിട്ട് പെർസീവ് ചെയ്യാൻ സാധിക്കില്ലേ? നമ്മൾ ഡോട്ടഡ് ആയിട്ട് ഒരു സ്ക്വയർ വരച്ചാലും നമ്മൾ എന്താണ് പറയാ, ഒരു സ്ക്വയർ ആണ് എന്ന് നമുക്ക് അതിനെ പെർസീവ് ചെയ്യാൻ പറ്റില്ലേ? അതാണ് ലോ ഓഫ് കണ്ടിഗ്യൂറ്റി. ഇത് തന്നെയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റിയും. ഓക്കെ, ദെൻ പെർസെപ്ച്വൽ കോൺസ്റ്റൻസി. പെർസെപ്ച്വൽ കോൺസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് സർക്കിൾ ഷേപ്പ് ആണ് എന്ന് എനിക്കറിയാം, പക്ഷെ അതൊരു ഡിഷ് സ്റ്റാൻഡുമല്ല, പാത്രം വെക്കുന്ന സ്റ്റാൻഡുമല്ല, ഇങ്ങനെ സൈഡ് മാത്രം കണ്ടാലും ഞാൻ വിചാരിക്കുകയാണ് അയ്യോ ഇത് ഇങ്ങനെയായി പോയോ എന്ന് വിചാരിക്കുക. അത് എപ്പോഴും എന്താണ് എന്റെ മൈൻഡിൽ, അത് ഓക്കെ അതൊരു കംപ്ലീറ്റ് സർക്കിൾ ആയ പ്ലേറ്റ് ആണ് എന്ന് എന്റെ മനസ്സിലുണ്ടാവില്ലേ? അതാണ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസി. അത് ഏത് നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ഒരു വശം മാത്രം കണ്ടാലും അതിന്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസി. നെക്സ്റ്റ് ഇസ് സിമിലാരിറ്റി. സിമിലർ ആയിട്ടുള്ളതിനെ എല്ലാം നമ്മൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ പിക്ചർ ആയിട്ട് പെർസീവ് ചെയ്യുന്നത്. ഫൈനലി ഫിഗർ ആൻഡ് ഗ്രൗണ്ട്, അതായത് ഒന്നിനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഒന്നിനെ ഫിഗർ ആയിട്ടും പെർസീവ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, നമ്മളൊരു പേജിലെ ടെക്സ്റ്റിനെ വേർഡ്സ് ആയിട്ട് പെർസീവ് ചെയ്യുന്നത്. സോ ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഫിഗർ ആൻഡ് ഗ്രൗണ്ട് ആണ് കേട്ടോ. കാരണം ഒരു പേജ്, ദാറ്റ് ഈസ് ദ ഗ്രൗണ്ട്, അതിൽ എഴുതിയിരിക്കുന്നു, ദാറ്റ് ആർ ഫിഗേഴ്സ്. ഓക്കെ, സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഫിഗർ ആൻഡ് ഗ്രൗണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഫർദർ CUET PGയുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.